عن ابن عمر رضي الله عنهما قال أخذ رسول الله صلى الله عليه وسلم بمنكبي فقال كن في الدنيا كأنك غريب أو عابر سبيل. وكان ابن عمر يقول إذا أمسيت فلا تنتظر الصباح وإذا أصبحت فلا تنتظر المساء وخذ من صحتك لمرضك ومن حياتك لموتك. البخاري. അവിടെ ആബിറു എന്നാണ് വേണ്ടത്. കഅന്നക ഗരീബുൻ ഔ ആബിറു സബീലിൻ എന്നാണ് നമ്മളെ പുസ്തകത്തിൽ ആബിരി എന്നാണ്, പക്ഷേ വേണ്ടത് ആബിറു എന്നാണ്. ആബിറു സബീലിൻ എന്നാണ് അവിടെ പ്രയോഗം വരിക. ഇമാം ബുഖാരി റഹിമഹുല്ല തന്റെ സ്വഹീൽ ഉദ്ധരിച്ച മറ്റു പല ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടില്ല. ബുഖാരിയും മറ്റു പലരും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബുഖാരി ഉദ്ധരിച്ച മുസ്ലിം ഉദ്ധരിക്കാത്ത ചില ഹദീസുകളുണ്ട്. അതെ, അവിടെ മറദിക്ക റായിൽ ഫതഹാൻ ലിമറദിക്ക, ലിമർദിക്ക എന്നല്ല ലിമറദിക്ക. അതേപോലെ ആബിറു സബീലിൻ എന്നാണ്. അപ്പം ചില ഹദീസുകൾ ഇമാം മുസ്ലിം ഉദ്ധരിക്കാതെ ബുഖാരി മാത്രം ഉദ്ധരിച്ചതുണ്ട്. ചില ഹദീസുകൾ ബുഖാരി ഉദ്ധരിക്കാതെ മുസ്ലിം മാത്രം ഉദ്ധരിച്ചതുമുണ്ട്. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചാൽ അതിനാണ് എന്ത് പറയാ, മുത്തഫഖുൻ അലൈഹി. 28 ഹദീസ് നമ്മൾ ഔദ്യോഗികമായി പഠിച്ചു കഴിഞ്ഞു. ഹദീസ് ഒരുപാട് പഠിച്ചു, 28 ഔദ്യോഗികമായി പഠിച്ചു. അപ്പം എന്തായാലും മുത്തഫഖ് അലൈഹിയൊക്കെ പഠിക്കേണ്ടതാണല്ലോ. ഇപ്പം ബുഖാരിയും മുസ്ലിമും ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ അതിനാണ് മുത്തഫഖുൻ അലൈഹി. രണ്ടുപേരും ഇത്തിഫാഖായി, ഇത്തിഫാഖായി യോജിക്കുക എന്നാണ്. മുത്തഫഖ് അലൈഹി ഉദ്ദേശിച്ചത് മുത്തഫഖുൻ അലാ റിവായത്തിഹി അശ്ശൈഖാനി എന്നാണ് ഉദ്ദേശം. മുത്തഫഖുൻ അലാ റിവായത്തിഹി അശ്ശൈഖാനി അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. അപ്പം ചിലത് ബുഖാരി മാത്രം ഉദ്ധരിക്കും. അപ്പം ഇംഫറദ ബിഹിൽ ബുഖാരി എന്ന് പറയും, ഇമാം ബുഖാരി മാത്രമാണിത് ഉദ്ധരിച്ചത് എന്ന് പറയും. അല്ലെങ്കിൽ ഇംഫറദ ബിഹി മുസ്ലിം, അല്ലെങ്കിൽ അഖ്റജഹുൽ ബുഖാരി ദൂന മുസ്ലിം, അല്ലെങ്കിൽ അഖ്റജഹുൽ മുസ്ലിം ദൂന ബുഖാരി എന്നൊക്കെ പറയും. അപ്പം ഈ ഹദീസ് ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, എന്നാൽ മുസ്ലിമിന്റെ സ്വഹീഹ് മുസ്ലിമിൽ ഇത് വന്നിട്ടില്ല. എന്നാൽ മറ്റൊരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ അത് വന്നിട്ടുണ്ട്. അപ്പം ഇമാം മുസ്ലിം എന്തുകൊണ്ട് ഉദ്ധരിച്ചില്ല? അല്ലാഹു അഅലം. പല കാര്യങ്ങളുണ്ടാവാം. ഒരുപക്ഷെ ഇമാം മുസ്ലിമിൻ്റെ ചിലപ്പോൾ പഠനത്തിൽ അത് ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇമാം മുസ്ലിമിൻ്റെ നിബന്ധന പ്രകാരം സ്വഹീഹ് മുസ്ലിമിൽ അത് ചേർക്കാൻ എന്തെങ്കിലും തടസ്സം അദ്ദേഹത്തിന് പക്ഷേ അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. പല കാര്യങ്ങളാവാം. എന്താണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ചു എന്നാൽ പിന്നെ ഇനി അപ്പുറത്ത് വേറെ കാര്യമില്ല. സിഹത്തിൽ ഇമാം മുസ്ലിമിനേക്കാൾ മേലെ ഇമാം ബുഖാരിയാണ്. അപ്പോൾ ബുഖാരി ഉദ്ധരിച്ചു എന്നാൽ അതാണ് ലോകത്ത് 1-ാം സ്ഥാനം. അസ്ഹഹു കിതാബിൻ ബഅദ കിതാബില്ല എന്ന അള്ളാഹിൻ്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്വഹീഹായ കിതാബ് സ്വഹീഹ് ബുഖാരിയാണ്. ഏറ്റവും സ്വഹീഹ് അള്ളാഹിൻ്റെ കിതാബ്, സംശയമില്ല. അള്ളാഹിൻ്റെ കിതാബ് പിന്നെ മറ്റൊന്നും ആലോചിക്കാനില്ല. അത് കഴിഞ്ഞാൽ അസ്ഹഹു കിതാബിൻ ബഅദ കിതാബില്ല. അള്ളാഹിൻ്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ കിതാബ്, ഏറ്റവും സ്വഹീഹായ കിതാബ് ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരിയാണ്. എങ്ങനെ സ്വഹീഹ് ബുഖാരി ലഈഫില്ല എന്ന കാര്യത്തിൽ ഇജ്മാഉണ്ട്. സ്വഹീഹ് ബുഖാരി ലഈഫില്ല, അതായത് നബി പറഞ്ഞു, നബി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നബിയിലേക്ക് ചേർത്തി പറഞ്ഞ ഇമാം ബുഖാരിയുടെ ഹദീസുകളിൽ ഒന്നിൽ പോലും സംശയമില്ല. അതല്ലാതെ ഉദ്ധരിച്ച വചനങ്ങളുണ്ട്, നബിയിലേക്ക് ചേർത്തിയിട്ടല്ലാതെ ചില സ്വഹാബിമാരുടെ വാക്ക്. ഇപ്പം ഈ ഹദീസ് തന്നെ ഇതിലിപ്പോൾ പകുതിയാണ് നബി പറഞ്ഞത്. ഔ ആബിർ സബീൽ ഔ ആബിർ സബീൽ അത് വരെയാണ് നബി പറഞ്ഞത്. പിന്നെ തന്നെ വക്കാന ഇബ്നു ഉമർ യഖൂൽന, ഇബ്നു ഉമർ പറയുമായിരുന്നു. അപ്പോൾ പിന്നെയുള്ള വാചകമൊക്കെ ഇബ്നു ഉമറിൻ്റെ വാചകമാണ്, അതിലുള്ള വാചകമാണ് നബിതങ്ങളുടെ വാചകം. അപ്പോൾ ആ രണ്ടിനും ഒരേ നിലവാരമാണോ? അല്ല. കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീലിൻ എന്നതുവരെ നബിതങ്ങൾ പറഞ്ഞ വാക്കാണ്. ആ മഹത്വം ഏതിനില്ല? ശേഷമുള്ള വാക്കിനില്ല. കാരണം ശേഷമുള്ള ഒരു സ്വഹാബിയുടെ വാക്കാണ്. അതുകൊണ്ട് ആ സ്വഹാബിയുടെ വാചകമില്ലാതെ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഉമർ പറഞ്ഞ ആ വാക്കില്ലാതെ നബിതങ്ങൾ പറഞ്ഞ വാക്ക് മാത്രം റിവായത്തായി വന്നിട്ടുണ്ട്. അപ്പം ആ റിവായത്തിന് കൊടുക്കുന്ന ആ സൂക്ഷ്മത സ്വഹാബി ഉദ്ധരിച്ച വാക്ക് പറയാൻ ചിലപ്പോൾ കൊടുത്തോളമെന്നില്ല. നബി പറഞ്ഞു എന്ന് പറയാൻ പ്രയോഗിക്കുന്ന സൂക്ഷ്മത ഒരു സ്വഹാബി പറഞ്ഞു എന്ന് പറയാൻ ഒരു പക്ഷേ ശ്രദ്ധിക്കണം എന്നില്ല. അപ്പം അതിന് ചില മർത്തബയിൽ വ്യത്യാസം വന്നേക്കാം. മറ്റ് സ്ഥിരപ്പെട്ട അതേ നിലവാരത്തിൽ ഇത് സ്ഥിരപ്പെടണമെന്നില്ല. താബിഈങ്ങളെ വാക്ക് ചിലപ്പോൾ എടുത്തു കൊടുക്കും, അല്ലാത്തൊരു വാക്കും ചിലപ്പോൾ എടുത്തു കൊടുക്കും. അതിലൊക്കെ ഒരു പക്ഷേ
അവരിലേക്ക് സ്ഥിരപ്പെട്ടു വന്നതും അല്ലാത്തതും ഉണ്ടായേക്കാം ഒറ്റപ്പെട്ടവ. എന്നാൽ ഹദീസായി നബിതങ്ങൾ പറഞ്ഞു, നബി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരപ്പെട്ടു വന്ന സ്വഹീഹ് ബുഖാരി ഉദ്ധരിച്ചു വന്ന ഏതെല്ലാം ഉണ്ടോ അത് മുഴുവനും സ്വഹീഹാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ നമ്മൾ നേരത്തെ മുമ്പ് പലപ്പോഴും പറഞ്ഞ പോലെ അതിൽ ചില റിപ്പോർട്ടിനെ പറ്റി ചില ആളുകൾ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ദഈഫാണ് എന്നല്ല വിമർശനം. സ്വഹീഹ് ബുഖാരിയിൽ ചേർക്കാൻ ഇമാം ബുഖാരി പാലിക്കുമെന്ന് പറഞ്ഞ നിബന്ധന പാലിക്കാതെ ചില ഹദീസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് വിമർശനം. ഈ കിതാബിൽ കൊടുക്കാൻ ഇമാം ബുഖാരി പാലിക്കുമെന്ന് സ്വയം ഏറ്റെടുത്ത ബാധ്യതയുണ്ട്. ആ നിബന്ധനകൾ പാലിക്കാത്ത ഹദീസും ഇമാം ബുഖാരി ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് വിമർശനം വന്നിട്ടുണ്ട്. ആ വിമർശനങ്ങൾക്ക് മറുപടിയും പറഞ്ഞു പോയിട്ടുണ്ട്. അത് ആ വിമർശനം ശരിയല്ല എന്നും അവയൊക്കെ നിബന്ധന പാലിച്ചിട്ടുണ്ട് എന്നും അത് സൂക്ഷ്മമായി വായിക്കുന്ന ആൾക്ക് മനസ്സിലാകുമെന്നും ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നിയേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇമാം ബുഖാരി അങ്ങനെ കൊടുത്ത ഏതൊക്കെ ഉണ്ടോ അതിലെല്ലാം കൃത്യമായ ന്യായങ്ങൾ മറ്റൊന്നുണ്ട് എന്ന് കൃത്യമായ മറുപടികളും പറഞ്ഞിട്ടുണ്ട്. 110 ഹദീസാണ് അങ്ങനെ ഇമാം ദറഖുത്നി പറഞ്ഞത്. 110 ഹദീസുകൾ ഇമാം ബുഖാരി ഈ നിബന്ധനകൾ പാലിക്കപ്പെടാതെ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇമാം ദാറഖുത്നിയുടെ വാദം. ആ 110 ഹദീസുകൾ ഇമാം അസ്കലാനി 6 മർത്തബകളാക്കി 6 ഹെഡിലേക്കാക്കി അതിനെ വേർതിരിച്ചു. ഇമാം ദാറഖുത്നി വിമർശിച്ച 110 ഹദീസുകളെയും 6 ഹെഡിലേക്ക് ഇമാം അസ്കലാനി മൊത്തം അതേ കൊണ്ടുവന്നു. അപ്പോൾ ഇദ്ദേഹം വിമർശനം മൊത്തം ഒന്നുകിൽ ഈ ഗണത്തിൽപ്പെട്ടത്, അല്ലെങ്കിൽ ഈ ഗണത്തിൽപ്പെട്ടത്, അല്ലെങ്കിൽ ഈ ഗണത്തിൽപ്പെട്ടത് എന്നൊരു 6 ഗണങ്ങളാക്കി വേർതിരിച്ച് ഈ 110ഉം ഈ 6 ഒന്നിൽ കൊണ്ടുവരാം. എന്നാൽ അങ്ങനെ കൊണ്ടുവന്ന ഓരോന്നും ഇമാം ബുഖാരി ന്യായമിതാണ് എന്ന് പറഞ്ഞു. ഇമാം ബുഖാരി തന്നെ മറ്റ് റിവായത്തുകൾ, ഇമാം ബുഖാരിൻ്റെ മറ്റു കിതാബിൽ വന്ന അദ്ദേഹത്തിൻ്റെ തന്നെ വിശദീകരണങ്ങൾ അതെല്ലാം വെച്ചുകൊണ്ട് ദാറഖുത്നി പറഞ്ഞ വിമർശനം ശരിയല്ല, അതിൻ്റെ വസ്തുത ഇങ്ങനെയാണ്, അത് സൂക്ഷ്മമായി നോക്കിയാൽ ഇമാം ബുഖാരി ഇന്ന കിതാബിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാകും, അല്ലെങ്കിൽ ഇമാം ബുഖാരി ഈ വിശദീകരണത്തിൽ അപ്പുറത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ കിതാബിൽ തന്നെ ഇങ്ങനെ ഭാഗത്ത് അതിശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന് കൃത്യമായി കാര്യകാരണ സഹിതം അതിനെല്ലാം ഇമാം അസ്കലാനി മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വിമർശനങ്ങൾ പിന്നെ നിലനിൽക്കുന്നില്ല എന്നർത്ഥം. ഇമാം ദാറഖുത്നി അതിൽ മാത്രം കിതാബ് എഴുതി, അൽ ഇൽസാമാത്ത് വത്തത്തബ്ബുൾ എന്ന പേരിൽ ഇമാം ദാറഖുത്നിക്ക് ഗ്രന്ഥമുണ്ട്. അതിൽ ഈ വിഷയങ്ങൾ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അതിന് ഇമാം അസ്കലാനി കൃത്യമായ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഒരു ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിം ലോകം അതിൽ സംശയിച്ചിട്ടില്ല. ഇനി ശേഷം വന്ന ആരെങ്കിലുമൊക്കെ അത് ദഈഫാണ് എന്ന് പറഞ്ഞെങ്കിൽ അഹ്ലുസുന്നയുടെ ആധികാരിക മുഹദ്ദിസീങ്ങൾ പറഞ്ഞിട്ടില്ല. അല്ലാത്ത ഒരു പക്ഷെ അത് യോഗ്യതയില്ലാത്ത ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും. യോഗ്യതയില്ലാത്ത ഹദീസ് നിരൂപണത്തിൽ യോഗ്യതയില്ലാത്ത ആളുകൾ ചിലപ്പോൾ അങ്ങനെ ചില വിമർശനം പറഞ്ഞിട്ടുണ്ടാവും. അതിന് പണ്ഡിതന്മാർ കൊടുത്ത മറുപടി, ഒരു കാര്യം ഇമാം ബുഖാരി സ്വഹീഹാണെന്ന് പറയുന്നു, ഇമാം ബുഖാരിയുടെ 100 അംശം പോലും യോഗ്യതയില്ലാത്ത ഒരാൾ ഇത് ദഈഫാന്ന് പറയുന്നു എങ്കിൽ രണ്ടിലും ഒരാളുടെ വാക്ക് സ്വീകരിക്കണമല്ലോ. രണ്ടിലും ഒരാളുടെ വാക്ക് സ്വീകരിക്കണം. ഇമാം ബുഖാരിയാണോ സ്വീകരിക്കാൻ നല്ലത്, അല്ല ഇദ്ദേഹമാണോ സ്വീകരിക്കാൻ നല്ലത്? സംശയമൊന്നുമില്ല, ഇമാം ബുഖാരി പറഞ്ഞാൽ സ്വീകരിക്കാൻ നല്ലത്. അപ്പം പിന്നെ ഇമാം ബുഖാരിയുടെ വാക്കെടുത്ത് അവരെ വാക്ക് ഒഴിവാക്കാം. അതാണ് പൊതുവെ മുഹദ്ദിസീങ്ങൾ വിഷയത്തിൽ സ്വീകരിച്ച ഒരു നയം. ഹദീസ് വിഷയത്തിൽ അമീറുൽ മുഅ്മിനീൻ എന്നാണ് ഇമാം ബുഖാരിക്ക് സ്ഥാനപ്പേര്. അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ്, ഹദീസിലെ അമീറുൽ മുഅ്മിനീനാണ് ഇമാം ബുഖാരി എന്നാണ്. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ ഒരു കാര്യം പറയുന്നു, പിന്നീട് 200, 300, 400, 500 കൊല്ലം കഴിഞ്ഞ് ഈ രംഗത്തൊന്നും ഇല്ലാത്തൊരാൾ വന്നിട്ട് ഇതിനൊരു കുഴപ്പമുണ്ട് പറയുന്നു എങ്കിൽ അയാളുടെ വാക്കാണോ ഇമാം ബുഖാരിയുടെ വാക്കാണോ സ്വീകരിക്കാൻ കൂടുതൽ അർഹതപ്പെട്ടത്? ഇമാം ബുഖാരിയുടെ വാക്ക് തന്നെയാണ്. മുസ്ലിം ലോകത്താലും പഴത്തിൽ ഒരു അഭിപ്രായം ഒറ്റപ്പെട്ട അല്ലെങ്കിൽ പിന്നീട് പറഞ്ഞാൽ അതിന് സ്വീകരിക്കേണ്ട ബാധ്യത നമുക്ക്